ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ശത്രു മിത്രമായി മാറുമോ? ആകാം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ ക്രിസ്ത്യാനികളുടെ ബദ്ധശത്രുവായിരുന്നു. ആദ്യ രക്തസാക്ഷിയായ സ്റ്റീഫനെ കൊല്ലാൻ ചുക്കാൻ പിടിച്ചത് പൗലോസാണ്. ഈ സാവൂളാണ് ഇതാ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു. എന്തിനാണെന്നറിയൂ? അവിടെയുള്ള ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ. പക്ഷേ ഇതാ ദമാസ്കസിനടുത്തെത്തിയപ്പോഴ് ഒരു മിന്നലൊളി ആകാശത്തിൽ നിന്ന് പതിച്ചു. അവൻ നിലം പതിച്ചു. 3 ദിവസത്തേക്ക് അന്ധനായിരുന്നു. ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല, പാനം ചെയ്തില്ല. യേശു ചോദിച്ചു, സൗൾ സൗൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അങ്ങ് ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശു ആണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ജൈത്രയാത്ര യേശു മിത്രമായിട്ടായിരുന്നു. 3 പ്രേക്ഷിത യാത്രകളാണ് നടത്തിയത്. അദ്ദേഹം പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ? പിതാവിന്റെ മകൻ, മകളെന്ന് അഭിമാനിക്കാൻ പറ്റിയ വിധത്തില് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണരാം. ദൈവത്തിന്റെ ശക്തമായ ആത്മാവിന്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ആമേൻ.